നിങ്ങൾക്ക് ഈ റബിയുൽ അവ്വലെങ്കിൽ ഈ കള്ളത്തരം പറച്ചിലും നിർത്തിക്കൂടെ? അല്ല, അറിയാണ്ട് ചോദിക്കുകയാണ്. അതിന് നിങ്ങൾക്ക് എന്ത് റബിയുൽ അവ്വൽ, നിങ്ങൾക്ക് എന്ത് റബിയുൽ ആഖിർ, ചാത്തപ്പൻ എന്ത് മഅ്ശറ, കുറുമ്പക്ക് എന്ത് ഖുർആൻ, കുമാരൻ എന്ത് ഖുൽ ഹുവല്ലാ, AP സമസ്തക്കാർക്ക് എന്ത് റബിയുൽ അവ്വൽ, ഒക്കെ കണക്കാ. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ പച്ച നോണ പറയാന്ന്. ഇപ്പൊ എന്താ പറഞ്ഞറിയോ, നബിദിന റാലിയൊക്കെ വഴിമുടക്കുന്നുണ്ട്. പലരും റസൂലുള്ളാഹിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്നുണ്ട്. ഔലിയാക്കളെ കറാമത്ത് പറയുമ്പോൾ അവരെ തെറ്റിദ്ധരിക്കുന്ന പോലെ മീലാദ് റാലി നടത്തിയാൽ റസൂലുള്ളാഹിക്കെതിരെ തിരിയാൻ സാധ്യത ഉള്ളതുകൊണ്ട് അതൊഴിവാക്കണമെന്ന് പറഞ്ഞ പ്രസംഗം മിനിയാന്ന് നടന്നു. അപ്പൊ ഖായിദി എന്തും കൂടിയാണ് ഉഷാറായി. കേട്ടോളൂ പ്രസംഗം. ഇതുപോലെ സഹോദരന്മാരെ, ഞാൻ ഉണർത്തുകയാണ്, ജനങ്ങളെ വഴി തടഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ റോഡ് ബ്ലോക്കാക്കിക്കൊണ്ടോ മറ്റോ നമ്മൾ റാലി നടത്തുമ്പോ അവിടെയും ചിലപ്പോൾ അത്തരം പ്രശ്നങ്ങളുണ്ടാകും. ഹബീബ് നബിതങ്ങളെ ആരെങ്കിലും ആക്ഷേപിക്കാൻ കാരണമാകും. ഒരു പക്ഷേ ഈമാനില്ലാത്തവർ ആ മുഹമ്മദ് നബിയെ കൊണ്ട് നമുക്ക് റോട്ടുമ്മ കൂടി പോകാനും പറ്റാതെ വന്നല്ലോ എന്ന് പറഞ്ഞാൽ ഹബീബിനെ പറയിപ്പിച്ച കുറ്റം നമുക്കുണ്ടാകും. ഒരു 2-3 ഉസ്താദന്മാർ പ്രസംഗിക്കാണ്. അത് അവരുടെ ക്ലിപ്പ് ആരതാ? പേരോട് ഉസ്താദ് ആണ്, ഉസ്താദിൻ്റെയാണ്. അദ്ദേഹം നബിദിന റാലി നടത്തണ്ടെന്ന് പറയാം ഒരു സാധ്യതയില്ല. കാരണം സുന്നികൾക്ക് നിസ്കരിക്കാൻ ഒരു ഒറ്റ പള്ളിയില്ലാത്ത സ്ഥലമായിരുന്നു കുറ്റ്യാടി. അവിടെ എത്രയോ സ്ഥലങ്ങളിൽ സുന്നികൾക്ക് നിസ്കരിക്കാൻ വേണ്ടി പള്ളി ഉണ്ടാക്കിയ ഉസ്താദാണ്. മാത്രമല്ല അവിടെ വലിയ സ്ഥാപനങ്ങളും നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഉസ്താദ് സുന്നിസത്തിനെതിരെ പറയോ? എനിക്കങ്ങനെ സംശയം വന്നിട്ടോ. പക്ഷേ അപ്പം ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഒന്നുകൂടി കേട്ടു, വീണ്ടും കേട്ടു നോക്കി. നമുക്കൊന്ന് കേട്ടു നോക്കാം അല്ലേ? ഇതുപോലെ സഹോദരന്മാരെ, ഞാൻ ഉണർത്തുകയാണ്, ഒന്നുകൂടി. ഇതുപോലെ സഹോദരന്മാരെ, ഞാൻ ഉണർത്തുകയാണ്, ജനങ്ങളെ വഴി തടഞ്ഞുകൊണ്ടോ. എന്താ പറഞ്ഞത്? ഇതുപോലെ സഹോദരന്മാരെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ക്ലിപ്പ് തുടങ്ങുന്നത്. അപ്പോ ഇതുപോലെ എന്ന് പറയണ ഏതുപോലെ? അപ്പൊ ഇതിന്റെ മുമ്പ് എന്തോ ഒരു സംഭവം ഉസ്താദ് പറഞ്ഞു വെച്ചതിന്റെ ബാക്കിയാണ് ഈ പറയണത്. അതെന്താണ് കിട്ടണം എന്നെങ്കിലേ ഏതുപോലെ നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലേ? മുമ്പ് കിട്ടണമെങ്കിൽ ഈ വീഡിയോൻ്റെ ഒറിജിനൽ കിട്ടണം. ഇതൊരു ക്ലിപ്പാണ്, ഇതിൻ്റെ അപ്പുറം കണ്ടിട്ടുണ്ട്, ഇപ്പുറം കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എനിക്ക് ഈ വീഡിയോൻ്റെ ഒറിജിനൽ തന്നു. അതൊന്ന് കേട്ടോക്കെ നമ്മൾ കേട്ടോ. ഞാൻ ഈജിപ്തിൽ പോയപ്പോ കണ്ട ഒരു കാഴ്ച, നബിദിന റാലി നടക്കുന്നു. ആ റാലിയിൽ ആണും പെണ്ണും ഇടകലർന്നുകൊണ്ടുള്ള റാലി. അത് ഈജിപ്തിൽ നടന്നാലും എവിടെ നടന്നാലും ആണും പെണ്ണും തട്ടിമുട്ടി കണ്ടുകൊണ്ടുള്ള റാലി, അതിന് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ മഹബത്തിന്റെ പേരിൽ ചെയ്യുമ്പോൾ അത് സുന്നത്ത് ജമാഅത്തിന് വലിയ പരുക്കുണ്ടാക്കുന്ന ഒരു സംഗതിയും കൂടിയാണ്. അവര് സ്വന്തത്തിൽ ഒരു തെറ്റ് ചെയ്യുന്നത് പോലെയല്ല. അവരെ വീട്ടിൽ വെച്ച് അവരൊരാണും പെണ്ണും തമ്മിൽ തട്ടുകയും മുട്ടുകയും ചെയ്യുന്നത് പോലെയല്ല. അതുകൊണ്ട് അവർ പടച്ചവന്റെ അടുക്കൽ കുറ്റക്കാരാകും. അള്ളാഹു പുറത്തില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുമെന്നേ ഉള്ളൂ. ഇതങ്ങനെയല്ല. ഇത് ചൂണ്ടിക്കാണിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ പറയും, ഇതല്ലേ നിങ്ങളുടെ സുന്നത്ത് ജമാഅത്ത്, ഇതല്ലേ നിങ്ങളെ നബിദിനം, ഇതല്ലേ നിങ്ങളെ മൗലിദ് എന്ന് ചോദിക്കുമ്പോ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലുള്ള വിശ്വാസം തകർക്കാനും കൂടി ഈ ആണും പെണ്ണും ഇടകലർന്നുകൊണ്ടുള്ള റാലികളും അത്തരത്തിലുള്ള ഏർപ്പാടുകളും കാരണമാകും. ഇതുപോലെ സഹോദരന്മാരെ, ഞാൻ ഉണർത്തുകയാണ്, ജനങ്ങളെ വഴി തടഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ റോഡ് ബ്ലോക്കാക്കിക്കൊണ്ടോ മറ്റോ നമ്മൾ റാലി നടത്തുമ്പോ അവിടെയും ചിലപ്പോൾ അത്തരം പ്രശ്നങ്ങളുണ്ടാകും. ഹബീബ് നബിതങ്ങളെ ആരെങ്കിലും ആക്ഷേപിക്കാൻ കാരണമാകും. ഒരു പക്ഷേ ഈമാനില്ലാത്തവർ ആ മുഹമ്മദ് നബിയെ കൊണ്ട് നമുക്ക് റോട്ടുമ്മ കൂടി പോകാനും പറ്റാതെ വന്നല്ലോ എന്ന് പറഞ്ഞാൽ ഹബീബിനെ പറയിപ്പിച്ച കുറ്റം നമുക്കുണ്ടാകും. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടല്ലാതെ ഒരു പരിപാടിയും സംഘടിപ്പിക്കാൻ പാടില്ല, ഒരു പ്രവർത്തനവും നടത്താൻ പാടില്ല. നോക്കാണ് നിങ്ങൾ കാട്ടിയ പണി.
എന്തൊരു ചതിയ കാട്ടിയാണ് അല്ലേ. ഉസ്താദ് ഈജിപ്തിൽ നടന്നൊരു സംഭവം ഇവിടെ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ ഈജിപ്തിൽ പോയപ്പോൾ അവിടെ ഒരു റാലി കണ്ടു. അവിടെ ആണും പെണ്ണും ഇട കലർന്നിട്ട് തട്ടിമുട്ടി അങ്ങനെ പോവുക. നബിദിന റാലി എന്ന് പേരും. അങ്ങനെ നമ്മൾ റാലി നടത്തരുത്, അത് ഷറഈന് വിരുദ്ധാണ്. ആണും പെണ്ണും ഇട കലരൽ ഷറഈന് വിരുദ്ധാണ്. ഉസ്താദ് വിശദീകരിക്കണം. ഈജിപ്തിലാണ് ഇപ്പോൾ ഞാനത് കണ്ടത്. അത് ഈജിപ്തിലാണെങ്കിലും പാടില്ല, നമ്മുടെ നാട്ടിലാണെങ്കിലും പാടില്ല, എവിടെയാണെങ്കിലും ആണും പെണ്ണും ഇട കലർന്നിട്ടില്ല ഒരു റാലിയും ഒരു പരിപാടിയും പാടില്ല, ഒരു പരിപാടിയും പാടില്ല എന്ന ഉസ്താദ് പറഞ്ഞത്. ഷറഈന് അത് വിരുദ്ധാണ്. ഒരു റാലി, നബിദിന റാലി ആയാലും പാടില്ല, വേറെന്ത് റാലി ആയാലും അതിൽ നബിദിന റാലി നടത്തേണ്ടെന്ന അവസ്ഥ പറഞ്ഞ് ഈ കോലത്തിൽ നടത്തരുത്. ആ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഭാഗം കട്ടു. ഇനി ഇതിന്റെ ശേഷം എന്താ ഉസ്താദ് പറയുന്നത് നോക്കാണി, അതും കട്ടിട്ടുണ്ട്. നമ്മള് മൗലിദോദണം, മദ്ഹ് പാടണം, ബുറുദ ചൊല്ലണം, സലാത്ത് ചൊല്ലണം. ഏറ്റവും പുണ്യമുള്ള വിഷയമാണ്. ഏത് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള വഴിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിലുള്ള സലാത്ത്. അത് എത്രത്തോളം വർദ്ധിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം പാപം പൊറുക്കപ്പെടും. മൗലിദോദാനും പിന്നെ സലാത്ത് ചെല്ലാനും ഇങ്ങനെ നബിദിനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും ഉസ്താദ് വീണ്ടും പറയുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് പറഞ്ഞ ശരീഅത്തിന് വിരുദ്ധമായി അതിൽ വരുന്ന കാര്യങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. അതിൽപ്പെട്ട ഒന്നാണ് ആണും പെണ്ണും ഇടകലരുക എന്നുള്ളത്. അങ്ങനെ ചെയ്യരുത്. മറ്റൊന്നെന്താ പറഞ്ഞത്, നമ്മുടെ നാട്ടിലൊക്കെ റോഡ് ബ്ലോക്ക് ആക്കിക്കൊണ്ടും ചെയ്യരുത്. അങ്ങനെ ആളുകൾ ചെയ്യാറുണ്ട്, അതുകൊണ്ട് തന്നെ പറയുന്നത് അങ്ങനെ ചെയ്യരുത്. അതിന്റെ റാലി നടത്തരുന്നല്ല, റോഡ് ബ്ലോക്ക് ആക്കരുത്. റോഡ് ബ്ലോക്ക് ആക്കാതെ നബിദിനം നടത്തണം എന്നാ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഏത് വിഷയത്തിലുണ്ടാവില്ല. ഒരാൾ പറയണേ നിങ്ങളെ കീറിയ മുണ്ടെടുത്തിട്ട് നിസ്കരിക്കരുത്, അതിന്റെ അർത്ഥം നിസ്കരിക്കരുത് എന്നാ അല്ല, നിസ്കരിക്കണം പക്ഷെ കീറിയ മുണ്ടെടുക്കരുത്, അതാണ് പറഞ്ഞത്. എന്നിട്ട് ആ ഒരു വീഡിയോ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കാട്ട് മുറിച്ച് ഇവരെ കുറിച്ച് എൻ്റെ അറിയില്ല കേട്ടോ, ഇവരെ ആരാന്ന് എനിക്കറിയില്ല. അദ്ദേഹം കളവാടിന ആളാ. ഉസ്താദ്മാരുടെ വേഷത്തിൽ വന്ന കള്ളന്മാരെന്ന് പറയാം. അല്ല അപ്പം നമ്മളെന്താ പറയാ, ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയാം, കളവ് പറയുന്നവരെ കള്ളന്മാരെന്ന് പറയാം. ഉസ്താദ്മാരും നല്ല പേര് ആണെങ്കിൽ കളവ് പറയും, വരുമോ അറിയില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ഉസ്താദ്മാരുടെ വേഷത്തിലൊക്കെ പല ആൾക്കാരും വരും. നമ്മൾ ഒരു ക്ലിപ്പ് കിട്ടുമ്പോഴത്തേന് അതിൻ്റെ പിന്നാലെ പോയത് അതിൻ്റെ ഒറിജിനൽ എന്താണ് ഇതിൻ്റെ യഥാർത്ഥം അന്വേഷിക്കണം. അത് അദ്ദേഹത്തോടൊന്ന് വേറൊരു ഉസ്താദിനോട് വിളിച്ച് ചോദിച്ചാൽ മതിയല്ലോ. അതല്ലേ ഉസ്താദിൻ്റെ ശിഷ്യന്മാരോട് ഇഷ്ടം പോലെ ഉണ്ട്, ചോദിച്ചാൽ മതി. എന്നിട്ട് അതൊന്നും ചെയ്യാതെ ക്ലിപ്പിൻ്റെ പിന്നാലെ പോവുക. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് തോന്നും റോഡ് ബ്ലോക്ക് ആക്കാതെ ഇപ്പം എങ്ങനെ റാലി നടത്താം അല്ലേ? അങ്ങനെയുണ്ട്. റാലി നടത്താൻ എന്താ, ജനങ്ങളെ ശക്തി തെളിയിച്ചു കൊടുക്കാനാണ് റാലി. അപ്പോൾ റോഡൊക്കെ ബ്ലോക്ക് ആവും. നിങ്ങൾ കണ്ട റാലി അല്ല, നിങ്ങൾ കാണാത്ത ചില റാലികളുണ്ട്. റോഡ് ബ്ലോക്കാതെ ജനങ്ങൾക്ക് പ്രയാസമില്ലാതെ അത്യാവശ്യ വാഹനങ്ങൾക്ക് ഒരു പ്രയാസമില്ലാതെ റാലി നടത്താൻ ഇവർക്ക് അറിയും. അങ്ങനെ റാലി നടത്താമെന്ന് തെളിയിച്ചു കൊടുത്ത വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനാണ് അദ്ദേഹം, ഈ ഉസ്താദ്. അതെങ്ങനെയാണെന്ന് അറിയുങ്ങൾ, ഞാൻ ഇന്നാൾ കണ്ണൂരിൽ SSF എന്ന് പറഞ്ഞ സംഘടനയുടെ ഗോൾഡൻ 50യുടെ ഭാഗമായിട്ട് കണ്ണൂർ ഒരു സമ്മേളനം നടന്നു. ഞാനത് നേരിട്ട് കാണാൻ പോയി. ഞാൻ വലിയ ആളായിട്ട് മൊബൈലൊക്കെ ഇതൊക്കെ ആക്കിയിട്ട് അത് വീഡിയോ ഫുള്ള് പകർത്തണം എന്നുള്ള ലക്ഷ്യത്തിൽ പോയതാണ്. എൻ്റെ മൊബൈലിലെ ചാർജ് കഴിഞ്ഞൊന്നുമല്ല, റാലി കഴിഞ്ഞ് കിട്ടണ്ടേ. ഒരു മണിക്കൂർ, കൃത്യം ഒരു മണിക്കൂർ ഞാൻ മൊബൈൽ കൊണ്ടുവന്നു. എൻ്റെ കൈയും കുഴങ്ങി,